നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. പാനൂരിൽ ബോംബ് ശേഖരം പിടികൂടി. ബോംബുകൾ കണ്ടെടുത്തത് കല്ലുവളപ്പ് സ്കൂൾ പരിസരത്തു നിന്ന്. കണ്ടെടുത്തത് 4 സ്റ്റീൽ ബോംബുകൾ. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. വാറ്റ് നിയമത്തിലെ പരിഷ്കാരം. വ്യാപാരികളുടെ കടയടപ്പ് സമരം പൂർണ്ണം. ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു. റോഡിന്റെ ശോചാവസ്ഥയിൽ പ്രതിഷേധിച്ച കണ്ണൂരിൽ SATU ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. മറ്റ് യൂണിയനുകൾ പങ്കെടുത്തില്ല. +2 അഴിമതി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വഴിയിൽ തടയുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കൽ സമീപത്തെ വീടുകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ. വിശദമായ വാർത്തകളിലേക്ക്. ചെറുവാഞ്ചേരിയിൽ ബോംബ് ശേഖരം. പാനൂർ ചെറുവാഞ്ചേരിയിൽ കല്ലുവളപ്പ് തെങ്ങിൻതോപ്പിലാണ് ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ 4 ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. ഇന്ന് രാവിലെ 9:30 മണിയോടെയാണ് ബോംബുകൾ കണ്ടെത്തിയത്. ചെറുവാഞ്ചേരി കല്ലുവളപ്പ് വ്യാസവിദ്യാ നികേതനടുത്തുള്ള വടക്കേ പൊയിലൂർ സ്വദേശി AP ശശിയുടെ 2.5 ഏക്കർ വരുന്ന തെങ്ങിൻ തോപ്പിലാണ് ബോംബുകൾ കാണപ്പെട്ടത്. ബക്കറ്റിൽ സൂക്ഷിച്ച ഉഗ്രസ്ഫോടന ശക്തിയുള്ള 4 സ്റ്റീൽ ബോംബുകളാണ് കിട്ടിയത്. നിർത്തിയിട്ട പോലീസ് ജീപ്പിന് ലോറി ഇടിച്ച് SIമാരടക്കം 4 പേർക്ക് പരിക്ക്. തളിപ്പറമ്പ് സ്റ്റേഷനിലെ SIമാരായ രാഘവൻ, ഉമേശൻ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. തളിപ്പറമ്പ് സ്റ്റേഷനിലെ SIമാരായ രാഘവൻ, ഉമേശൻ, KAPയിലെ അനൂപ്, മീൻ ലോറി ഡ്രൈവറായ കടലായിയിലെ ഋഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബക്കളത്ത് നിന്നും മീൻ ലോറിയുടെ ടയർ പഞ്ചറായ ഋഷിദ് പുലർച്ചെ ടയർ മാറ്റിക്കൊണ്ടിരിക്കവേ സഹായത്തിന് പോലീസ് ജീപ്പ് തൊട്ടടുത്ത് നിർത്തിയിട്ടതായിരുന്നു. ഈ സമയം കാലിത്തീറ്റയുമായി പെരിങ്ങോത്ത് പോവുകയായിരുന്ന ലോറി പോലീസ് ജീപ്പിന് ഇടിച്ച ശേഷം മത്സ്യത്തൊഴിലാളിയെ ഇടിക്കുകയായിരുന്നു. പോലീസ് ജീപ്പിന്റെ പിൻഭാഗം തകർന്നിട്ടുണ്ട്. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാറ്റ് നിയമത്തിലെ പരിഷ്കാരം ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കടയടച്ച് സമരം നടത്തി. ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു. സപ്ലൈകോ ജീവനക്കാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലാണ്. വ്യാപാരികളുമായി ചർച്ച നടത്താതെ വാറ്റ് നിയമത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയടപ്പ് സമരവും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചത്. പുതിയ പരിഷ്കാരത്തിന്റെ ഫലമായി ചരക്കുകൾ ചെക്ക് പോസ്റ്റിലും റോഡിലും കെട്ടിക്കിടക്കുകയാണ്. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയം അംഗീകരിക്കാനാവില്ലെന്ന് കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി പറഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മൂലം ചെക്ക് പോസ്റ്റുകളിൽ അതിന്റെ സന്ദേശങ്ങൾ എത്താതെ വരുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വണ്ടികൾ കേരളത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ തടഞ്ഞു വെച്ചുകൊണ്ട് പച്ചക്കറി പോലെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് വണ്ടി വാടക അധികം കൊടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. P ബാഷിദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള, ജോസ് ഇടപ്പറമ്പിൽ, K മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയൻ കലക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. കർഷക വിരുദ്ധ നയങ്ങളാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് PK ശ്രീമതി MP കുറ്റപ്പെടുത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, പെൻഷൻ 1000 രൂപയാക്കുക, പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം. ജനങ്ങളെ ഭരിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കി ശതകോടീശ്വരന്മാരെ പിന്താങ്ങുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് PK ശ്രീമതി MP പറഞ്ഞു. അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ നിവേദനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല. തൃണസമാനമായിട്ടാണ് കർഷക തൊഴിലാളികളെ ഭരിക്കുന്ന ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ക്യാബിനറ്റിൽ നിന്ന് ആലോചിക്കാൻ പോലും കൂട്ടാക്കാത്ത ഗവൺമെന്റ് പൂർണ്ണമായും ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് എന്ന് ഇതിലൂടെ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. KSKTU ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞപ്പ, നേതാക്കളായ M പ്രകാശൻ, TV രാജേഷ് MLA, N ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യാഗ്രഹം മറ്റന്നാൾ വരെ തുടരും.
DCCയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 70ാം ജന്മദിനം ആഘോഷിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, നേതാക്കളായ മാർട്ടിൻ ജോർജ്, VV പുരുഷോത്തമൻ, PC അശോകൻ, നഗരസഭാ കൌൺസിലർ R രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യം ഇന്ന് സദ്ഭാവന ദിനമായി ആചരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഇന്ന് പണിമുടക്കി. അതേസമയം മറ്റ് യൂണിയനിലെ ഓട്ടോ ഡ്രൈവർമാർ പണിമുടക്കിൽ പങ്കെടുത്തില്ല. നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൽ നഗരസഭാ അധികൃതർ കാണിക്കുന്ന നിസ്സംഗ മനോഭാവത്തിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ പണിമുടക്ക് നടത്തിയത്. റോഡിലെ കുഴികൾ കാരണം ഒരു ദിവസം ലഭിക്കുന്ന കൂലി വണ്ടിയുടെ റിപ്പയറിംഗിന് പോലും തികയുന്നില്ലെന്ന ഓട്ടോ തൊഴിലാളികളുടെ പരാതി അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് SATU കുറ്റപ്പെടുത്തി. പണിമുടക്കിൽ മറ്റു സംഘടനകളൊന്നും പങ്കെടുക്കാത്തതിനാൽ വലിയ യാത്രാപ്രയാസമുണ്ടായില്ല. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. പാനൂരിൽ ബോംബ് ശേഖരം പിടികൂടി. ബോംബുകൾ കണ്ടെടുത്തത് കല്ലുവളപ്പ് സ്കൂൾ പരിസരത്തു നിന്ന്. കണ്ടെടുത്തത് 4 സ്റ്റീൽ ബോംബുകൾ. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. വാറ്റ് നിയമത്തിലെ പരിഷ്കാരം. വ്യാപാരികളുടെ കടയടപ്പ് സമരം പൂർണ്ണം. ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച കണ്ണൂരിൽ SATU ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. മറ്റ് യൂണിയനുകൾ പങ്കെടുത്തില്ല. +2 അഴിമതി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വഴിയിൽ തടയുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കൽ സമീപത്തെ വീടുകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെ സ്കൂൾ കോർണർ, കണ്ണൂർ. റോയൽ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ്, ആന്റിക്സ് ആർട്ട് ഗാലറി, താന ജംഗ്ഷൻ, കണ്ണൂർ. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനും. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ന്യൂ ബ്യൂട്ടി പാലസ്, വൺ ടച്ച് ബ്യൂട്ടി സൊല്യൂഷൻ, നിയർ മൊയ്തീൻ പള്ളി, വെള്ളാർ റോഡ്, കണ്ണൂർ. സെലിബ്രേറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ഡിസൈൻ സ്ക്വയർ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. അണിയുന്നവരുടെ ഐശ്വര്യം, ഐശ്വര്യ സിൽക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. കണ്ണൂരിലെ നമ്പർ 1 ഓഡിറ്റോറിയം, മസ്കോട്ട് പാരഡൈസ്, നിയർ SN പാർക്ക് റോഡ്, കണ്ണൂർ. നിക്ഷാൻ സമ്മാനം ഉറപ്പു തരുന്നു. ആഘോഷിക്കൂ ഈ ഓണം നിക്ഷാനിനൊപ്പം. വാർത്തകളിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ നിർമ്മാണം തുടങ്ങി. 75,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനൽ നിർമ്മിക്കുന്നത് L&T ആണ്. രാവിലെ ഭൂമി പൂജയോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. ജൂലൈ 15-ന് ടെർമിനലിന്റെ നിർമ്മാണം തുടങ്ങാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ കാലവർഷം കനത്തതിനാൽ നീണ്ടുപോവുകയായിരുന്നു. വ്യാഴാഴ്ച മുതൽ നിർമ്മാണ പ്രവൃത്തികൾ സജീവമാകും. ആധുനിക സൗകര്യങ്ങളോടെ 75,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിൽ ഒരേ സമയം 2000 യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ സൗകര്യമുണ്ടായിരിക്കും. 450 കോടി രൂപയാണ് മതിപ്പ് ചെലവായി കണക്കാക്കുന്നത്. 498.69 കോടി രൂപയ്ക്കാണ് L&T കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. മഴ മാറിയതോടെ റൺവേ നിർമ്മാണം അടുത്ത ആഴ്ച മുതൽ പുനരാരംഭിക്കും. 2015 ഡിസംബറോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വിമാനമിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാറ പൊട്ടിക്കുന്ന പ്രവൃത്തി പ്രദേശത്തെ വീടുകളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് L&T സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ MKA അസീസ്. മട്ടന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിൽ 21 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറപൊട്ടിക്കൽ മൂലം വീടുകൾക്ക് കമ്പനവും മറ്റും ഉണ്ടാകുന്ന ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം കിയാൽ ഓഫീസിൽ EP ജയരാജൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വീടുകളെ ബാധിക്കുന്നുവെന്ന പരാതികളും ഉയർന്നിരുന്നു. എന്നാൽ ഒരു തരത്തിലും സമീപത്തെ വീടുകളെ ബാധിച്ചിട്ടില്ല എന്ന് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ MKA അസീസ് പറഞ്ഞു. ഇത് ഈ പരിശോധന നമ്മൾക്ക് കുറച്ച് പരാതികൾ കിട്ടി. ഇങ്ങനെ അടുത്ത വീട്ടുകാർ ഇങ്ങനെ ജനലുകളും
ഇതൊക്കെ ഇളകുന്നുണ്ട് ബ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത്. അതിന് വേണ്ടിയിട്ട് ആ പരാതി കിട്ടിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഈ മെഷർമെൻറ്റ് അളക്കാനുള്ള മിനിമേറ്റ് ആണ് ഇതിൻ്റെ വൈബ്രേഷൻ അളക്കുന്ന മെഷീനാണ്. അത് 0.5 വരെയുള്ള ഇതുവരെ വിത്തിൻ അലൗഡ് ലിമിറ്റാണ്. അപ്പോൾ ഇപ്പോൾ സ്പോട്ടിനടുത്ത് ഇതിൽ മെഷറബിൾ ആയിരുന്നില്ല, അത്രയും വളരെ മൈന്യൂട്ടാണ്. ഞങ്ങൾ പിന്നെ ഫീൽ ചെയ്തു ചുമലൊക്കെ തൊട്ട്. സാധാരണ ഇടിവെട്ടുമ്പോഴുള്ള അത്രയും കൂടി ഇതിൽ വന്നിട്ടില്ല ഈ ബ്ലാസ്റ്റിൽ. വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാറ പൊട്ടിക്കുന്നത്. കരിമ്പാറ, ചെങ്കല്ലുപാറ തുടങ്ങിയവയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പൊട്ടിക്കുന്നത്. ഇതിന്റെ കമ്പനമളക്കാൻ മിനിമാറ്റ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. പൊക്ലൈൻ ഉപയോഗിച്ച് പാറ പൊട്ടിക്കാൻ കഴിയാത്തത് കാരണമാണ് വെടിമരുന്ന് ഉപയോഗിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ഓപ്പറേഷൻ കുബേര സംസ്ഥാനത്ത് ഇതുവരെ 991 പേർ പിടിയിലായി. 2211 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 86 കേസുകളിൽ 75 പേരെയാണ് പ്രതികളാക്കിയത്. കൊള്ളപ്പലിശക്കാരെ പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 86 കേസുകളിൽ 75 പേരെ പ്രതികളാക്കി. ഇതിൽ 43 പേർ ജയിലിലായി. 17 കേസുകളിൽ കുറ്റപത്രവും സമർപ്പിച്ചു. ബ്ലാങ്ക് ചെക്ക്, ബ്ലാങ്ക് മുദ്രപേപ്പർ, ലൈസൻസ് എന്നിവയടക്കം 10,000-ലധികം രേഖകളും 45,28,415 രൂപയും കണ്ണൂരിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തു. ഓപ്പറേഷൻ കുബേരയെ തുടർന്ന് സംസ്ഥാനത്തെ ബ്ലേഡ് ഇടപാടുകൾ ഒരു പരിധിവരെ നിലച്ചിട്ടുണ്ട്. കുബേരയുടെ വീര്യം പോയതോടെ ബ്ലേഡുകാർ വീണ്ടും രംഗത്തെത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. +2 അഴിമതി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI വിദ്യാർത്ഥികൾ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വഴിയിൽ തടയുമെന്ന് വി ശിവദാസ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് രാജിവെക്കുക, +2 കോഴ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാഭ്യാസ മേഖലയെ വിറ്റുതുലയ്ക്കാൻ പുതിയ വഴികൾ തേടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ റോഡിൽ തടയുമെന്ന് വി ശിവദാസൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫീസ് വർദ്ധിച്ചപ്പോ തന്റെ മകൾക്ക് ഫീസ് അടക്കേണ്ട അവസ്ഥ ചോദിക്കാനല്ല, നിങ്ങൾ സമരം തുടങ്ങുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കർഷക തൊഴിലാളികളുടെ സമരത്തെ പുച്ഛിക്കുന്നവർ, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സമരത്തെ പുച്ഛിക്കുന്നവർ, അവരോടൊക്കെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, സ്വന്തം തടിക്ക് തട്ടുമ്പോ മാത്രം സമരമുഖത്തേക്ക് വന്ന പോരാ, അവരുടെ വേദനയിൽ പങ്കാളികളാവുന്ന മനുഷ്യനായി നിങ്ങൾ മാറണമെന്നാണ്. SFI ജില്ലാ പ്രസിഡന്റ് M വിജിൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സരിൻ ശശി, PK രമേശ്, സിറാജ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. KSRTC കണ്ടക്ടർ നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ KSRTC DTA ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വൈസേഴ്സ് മെമ്മോ നൽകിയിട്ടും KSRTCയിൽ കണ്ടക്ടർ നിയമനം നടത്താത്ത UDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണ. KSRTCയിൽ ഒഴിവുകൾ ഉണ്ടായിട്ടും നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് നിയമനം നടത്താത്തത് അംഗീകരിക്കാനാവില്ലെന്ന് TV രാജേഷ് MLA പറഞ്ഞു. നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം, KSRTCയുമായി ബന്ധപ്പെട്ട് തെറ്റായ രീതിയിൽ കണക്കെടുപ്പ് നടത്തിയത് മൂലം സംഭവിച്ച പിശക് മൂലമാണ് ഇത്രയും എണ്ണം ഒഴിവുകൾ കമ്മീഷനെ അറിയിക്കാനിടയായത്. MV രാജീവൻ അധ്യക്ഷനായി. നേതാക്കളായ ബിനോയ് കുര്യൻ, KV ബിജു, T സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. +2 അഴിമതി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ AISF പ്രവർത്തകർക്കു നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് AISF AIYF പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KR ചന്ദ്രകാന്ത്, V മിഥുൻ, KV പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ ആവശ്യങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, കമ്പി, സിമന്റ് വില വർധനവ് നിയന്ത്രിക്കുക, ക്വാറി മേഖലയിലെ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലക്ടറേറ്റ് മാർച്ച് നടത്തിയത്. നിർമ്മാണ മേഖലയെ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും. ഈ മേഖല പ്രതിസന്ധിയിലായാൽ കേരളം പട്ടിണിയിലാവുമെന്ന് PK ശ്രീമതി MP പറഞ്ഞു. റേഷൻ വാങ്ങാൻ കാശില്ല, പച്ചക്കറി വാങ്ങാറില്ല, ഉപ്പും പഞ്ചസാരയും ഒന്നും വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. കൂലിയില്ല എന്ന് പറയുമ്പോൾ ജോലിയില്ല, ഉള്ള ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരു പ്രതിസന്ധി നിർമ്മാണ മേഖല നേരിടുന്ന ഘട്ടത്തിൽ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൽ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണം.
ലെൻസ് ഫെഡ് ജില്ലാ സെക്രട്ടറി കമലാക്ഷൻ കെ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ സി കെ, പ്രഭാകരൻ NV തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി വിധി പ്രകാരം ഉണ്ടാക്കിയ സീനിയോറിറ്റി പട്ടിക അടിയന്തരമായി പുനഃസ്ഥാപിക്കുക, എല്ലാ പഞ്ചായത്തിലും ജൂനിയർ സൂപ്രണ്ട് തസ്തിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. MA മോഹനൻ അധ്യക്ഷനായി. ബാബുരാജ്, NP ജയകൃഷ്ണൻ, MP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ ഗാന്ധിജി സ്വപ്നങ്ങളുടെ വിഭാവനം ചെയ്ത ഗ്രാമ സ്വരാജിലേക്ക് ഇനിയും വന്നിട്ടില്ല. അത് വരണമെങ്കിൽ നമ്മുടെ സർക്കാർ തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം ജനങ്ങളുടെ ബന്ധം കുറെ കൂടി പുഷ്ടിപ്പെടണം, കുറെ കൂടി ശക്തമാകണം. ആ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് സംതൃപ്തമായ ഗ്രാമജനങ്ങൾ, സംതൃപ്തമായ ഉദ്യോഗസ്ഥന്മാർ, ഈ രണ്ട് സംതൃപ്തമായ ഉദ്യോഗസ്ഥന്മാരും സംതൃപ്തരായ ജനങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ കൊണ്ട് നമ്മുടെ കേരളത്തെ സമൃദ്ധമാക്കാൻ. അത്തം മുതൽ ചതയം വരെ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന മുദ്രാവാക്യമുയർത്തി മദ്യവിമുക്ത ഓണത്തിനായി യുവജന മുന്നേറ്റം എന്ന പ്രമേയവുമായി യുവമോർച്ച ജില്ലാ കമ്മിറ്റി ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് K. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പുതുതലമുറയെ മുഴുവനും ആ മദ്യത്തിലേക്ക് മുക്കിക്കൊല്ലുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഗവൺമെന്റും ചില സമയത്ത് അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്. ഈ ഒരു പൊതുസമൂഹത്തെ ഈ മദ്യത്തിൽ നിന്നും വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ക്യാമ്പയിൻ പ്രവർത്തനത്തിന് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകണം. കേരളത്തിൽ മദ്യ ഉപയോഗം കൂടി വരികയാണ്. ഇത് വലിയ സാമൂഹ്യ വിപത്ത് ഉണ്ടാക്കുന്നു. ഇതിനെതിരെയാണ് യുവമോർച്ച അത്തം മുതൽ ചതയം വരെ മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന സദസ്സിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KP അരുൺ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച BJP നേതാക്കളായ PK വേലായുധൻ, AP ഗംഗാധരൻ, ബിജു ഏളക്കുഴി, T ബിജു, മദ്യനിരോധന സമിതി നേതാക്കളായ M മുഹമ്മദ്, M മുകുന്ദൻ, KVK മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO സംഘ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി P. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, 20% ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ്, സെക്രട്ടറി സജീവൻ ചന്ദ്രോത്ത്, VMS ജില്ലാ സെക്രട്ടറി P. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരോട് സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് P. പീതാംബരൻ കുറ്റപ്പെടുത്തി. കമ്മീഷൻ നിയമിച്ച് 6 മാസം ഈ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ശമ്പളവും ആഡംബര കാറും മറ്റ് ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സമയം കഴിച്ചുകൂട്ടി. 6 മാസം കഴിഞ്ഞപ്പോൾ 2014 ജൂലൈയിലാണ് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അക്ഷര വെളിച്ചം പകർന്നു നൽകിയ കണ്ണൂർ നഗരമധ്യത്തിലെ ലൈബ്രറി മുത്തശ്ശി 85ന്റെ നിറവിൽ. 1929 ആരംഭിച്ച കാനന്നൂർ പബ്ലിക് ലൈബ്രറിയുടെ 85ാം വാർഷികം വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ബാങ്ക് റോഡിൽ പ്രവർത്തിക്കുന്ന കാനന്നൂർ പബ്ലിക് ലൈബ്രറിയുടെ 85ാം വാർഷികാഘോഷം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിലും വിവിധ പരിപാടികളോടെ നടത്താനാണ് സംഘാടകരുടെ ശ്രമം. 40,000 പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലുള്ള ഗവേഷണ ഗ്രന്ഥങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നു. ഒരു കാലത്ത് കണ്ണൂരിലെ കലാ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ഈ ലൈബ്രറി. കണ്ണൂർ നഗരത്തിലെ പ്രസിദ്ധമായ പീതാംബര പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലമായിരുന്നു ലൈബ്രറിയുടേത്. എന്നാൽ പാർക്ക് പിന്നീട് നഗരസഭയുടെ അധീനതയിലായി. എന്തു വില കൊടുത്തും പാർക്ക് തിരിച്ചു പിടിക്കുമെന്ന് കാനന്നൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് P. രാമകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവരെയൊക്കെ കണ്ട്, മുഖ്യമന്ത്രിയെ കണ്ട് ഇത് തിരിച്ചു വാങ്ങാനുമുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. കാരണം വെച്ചാൽ ഇത് പാർക്ക് തിരിച്ചു വാങ്ങേണ്ടത് ആവശ്യമാണ്. ഇതിപ്പോൾ ഉള്ള സ്ഥലങ്ങൾ മുഴുവൻ തന്നെയും ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ വലിയ ലക്ഷങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക അധപ്പതനല്ലേ ഇത്രയും നല്ല മനോഹരമായ സ്ഥലം. അപ്പം അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രക്ഷോഭത്തിന് തന്നെ ഞങ്ങൾ നേതൃത്വം കൊടുക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള റഫറൻസ് ലൈബ്രറികളിൽ ഒന്നാണ് ഇത്. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പത്രങ്ങൾ, ആഴ്ചപ്പതിപ്പുകൾ എന്നിവ അടങ്ങിയ വായനശാലയും ഉണ്ട്. മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നതിന് മലയാളം പരിജ്ഞാനമില്ലാത്ത വിദ്യാർത്ഥികൾക്കായി മലയാള പാഠശാലയും പ്രവർത്തിക്കുന്നുണ്ട്. 85ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് P. രാമകൃഷ്ണൻ പറഞ്ഞു. ആകാശവാണിയുടെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ആരോഗ്യജാലകം ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ വനിതാ കോളേജിൽ ഡോക്ടർ MC ജയറാം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വനിതാ കോളേജ് NSSന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PG അജിതാദേവി അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ
CK ഉഷ, ഡോക്ടർ AK സിന്ധ്യ, ബിബിന എന്നിവർ പങ്കെടുത്തു. കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് IMA സെക്രട്ടറി ഡോക്ടർ B സന്തോഷ് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർമാർ മറുപടി പറഞ്ഞു. ആരോഗ്യ ജാലകം ജില്ലാതല പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. അഴീക്കോട് ഹൈസ്കൂളിന് സ്വന്തമായി ബാൻഡ് സെറ്റ് ലഭിച്ചു. അഴീക്കോട്ടെ പ്രവാസികളുടെ സംഘടനയായ ഒരുമയാണ് 1 ലക്ഷം രൂപ വില വരുന്ന ബാൻഡ് സെറ്റ് സ്കൂളിന് നൽകിയത്. ബാൻഡ് സെറ്റ് PK ശ്രീമതി MP സ്കൂളിന് കൈമാറി. വിദ്യാഭ്യാസ രംഗത്ത് PTA കമ്മിറ്റികളുടെ സജീവ സാന്നിധ്യം അനുദിനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിതെന്നും അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന വിജയം ചെറുതല്ലെന്നും PK ശ്രീമതി MP പറഞ്ഞു. പണ്ട് PTA എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യാവശ്യം കുറച്ചൊക്കെ ഇടപെടുന്ന ഒരു ചെറിയൊരു സമിതി അധ്യാപക രക്ഷ. ഇന്നും അങ്ങനെയല്ല, വളരെ സജീവമായി അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പ്രസിഡന്റും മെമ്പർമാരും അധ്യാപകരും യോജിച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലം നമ്മുടെ ജില്ലകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. അഴീക്കോട് പ്രവാസി സംഘടനയായ ഒരുമയുടെ നേതൃത്വത്തിലാണ് 1 ലക്ഷം രൂപ വില വരുന്ന ബാൻഡ് സെറ്റ് ഹൈസ്കൂളിന് സമ്മാനിച്ചത്. ചടങ്ങിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സംഘാടകരായ V പ്രസാദ്, രാജേഷ് പൂമംഗലം, ശശിധരൻ KP, ദേവദാസ് അഴീക്കോട് എന്നിവർ പങ്കെടുത്തു. ഖാദി ഗ്രാമ സൗഭാഗ്യ ഓണം മേളയോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് അസിസ്റ്റന്റ് കളക്ടർ ഹരിത V കുമാർ നിർവഹിച്ചു. വിജയികളായ ജോസ് P വർഗീസ്, C നാരായണൻ എന്നിവർക്ക് ഹരിത V കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇക്കഴിഞ്ഞ 11-ന് നടന്ന നറുക്കെടുപ്പിലാണ് ഇവർ വിജയികളായത്. അറിയിപ്പുകൾ. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച നാളെ രാവിലെ 11-ന്. പാപ്പിനിശ്ശേരി സബ് ജില്ലാ എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ യോഗം 22-ന് നടക്കും. 3 മണിക്ക് പള്ളിക്കുളം JB's കോളേജിലാണ് യോഗം. ബന്ധപ്പെടേണ്ട നമ്പർ 9655774168. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ 1962 മുതൽ 2010 വരെയുള്ള കാലയളവിൽ ജനപ്രതിനിധികളായിരുന്നവർ പെൻഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ 25-ന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ നൽകണം. വളപട്ടണം ഗ്രാമപഞ്ചായത്തിലെ തങ്ങൾവയൽ സാക്ഷരതാ മിഷൻ കേന്ദ്രം 10ാം തരം തുല്യതാ കോഴ്സിന് 30 വരെ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 9847966471. സുതാര്യ കേരളത്തിന്റെ ജില്ലാതല പുരോഗതി അവലോകന യോഗം 23-ന് നടക്കും. രാവിലെ 11-ന് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. പാനൂരിൽ ബോംബ് ശേഖരം പിടികൂടി. ബോംബുകൾ കണ്ടെടുത്തത് കല്ലുവളപ്പ് സ്കൂൾ പരിസരത്തു നിന്ന്. കണ്ടെടുത്തത് 4 സ്റ്റീൽ ബോംബുകൾ. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. വാറ്റ് നിയമത്തിലെ പരിഷ്കാരം. വ്യാപാരികളുടെ കടയടപ്പ് സമരം പൂർണ്ണം. ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിച്ചു. റോഡിന്റെ ശോചാവസ്ഥയിൽ പ്രതിഷേധിച്ച കണ്ണൂരിൽ SATU ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. മറ്റ് യൂണിയനുകൾ പങ്കെടുത്തില്ല. +2 അഴിമതി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വഴിയിൽ തടയുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കൽ സമീപത്തെ വീടുകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.